ഓക്കെ, ഞങ്ങൾ ഈ രാവിലെ കെട്ടി ഒരുങ്ങി പത്തനംതിട്ട വരെ പോവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ നിന്നൊരു സാധനം നമുക്ക് ഫ്ലൈറ്റ് വഴി ഇങ്ങ് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതെന്താന്നുള്ളത് നമ്മൾ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം. സർപ്രൈസ് ആയിരിക്കും. അതെ, സർപ്രൈസാണ്. അപ്പം നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ +1 +2 പഠിച്ച സ്കൂളിനെ പറ്റി അങ്ങനെ നല്ലതൊന്നും പറയാനില്ല. എക്സെപ്റ്റ് ഫോർ വൺ തിങ്, ജെന്യൂൻ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, അത് മാത്രമേ ഉള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിപ്പോഴും ഭയങ്കര പ്രഷ്യസായിട്ടും ഭയങ്കര വാല്യുബിളായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. ആ ഫ്ലോ അങ്ങ് പോയി എന്ന് പറയുന്ന പോലെ വെഞ്ഞാറമൂട് സിഗ്നൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. ആർക്കെങ്കിലും ഈ വെഞ്ഞാറമൂട് ബ്ലോക്ക് ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റൂട്ടൊന്ന് പറഞ്ഞു തരണം. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ടിജോ ചേട്ടൻ നെതർലാൻഡ്സിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് ഈ സാധനം നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പം സാധനം കൈ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ജസ്റ്റ് ഒരു ഗ്ലിംസ്. ഇതാണ് സാധനം, DJI Osmo Pocket 3. ഇതൊരു ക്യാമറയാണ് വിത്ത് ആൻ ഇൻബിൽഡ് ഗിംബൽ. അപ്പോൾ എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിരിക്കുകയാണ്. ഞങ്ങൾ പത്തനംതിട്ട എത്തിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഇനി എന്തായാലും ഒന്ന് ഇവിടെ വന്ന ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തേക്കടിയിൽ കൂടെ പോയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പം നേരെ തേക്കടി പോകുന്ന ഒരു ഇതിലാണ്. ഓക്കെ, അപ്പം ഞാനിത് ഇതിലെടുക്കുന്ന വീഡിയോസും തേക്കടിയുടെ കുറച്ച് ഷോർട്സൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു കേസിലാണ് വരുന്നത്. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷെ നൈസ് തിങ്, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും എല്ലാം ഒരു നല്ല കേസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചേട്ടൻ വന്നപ്പോൾ ഒരു പാക്കറ്റ് കുറേ ചോക്ലേറ്റ്സ് കൊണ്ടാണ് വന്നത്. താങ്ക് യു. ഇതിന് നമ്മൾ വീട്ടിലെത്തിയിട്ട് പൊട്ടിക്കത്തുള്ളൂ. വിഷപ്പടിച്ചപ്പോഴേക്കും കോന്നിയിലൊരു ഹോട്ടലാണ് കയറിയത്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. ഫുഡ് തിരക്കില്ല, അത്യാവശ്യം നൈസാണ്. ഫിഷ് ഫ്രൈ കുറച്ച് കട്ടിയായിരുന്നു. നമ്മുടെ തേക്കടി ട്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് വെതർ ഭയങ്കര ബാഡ് വെതർ, അതായത് ഭയങ്കര മഴയായിരുന്നു നമ്മളങ്ങോട്ട് പോകാൻ നേരത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ടൈമിൽ അങ്ങോട്ട് പോകുന്നത് സേഫ് ആണോന്നും അറിയത്തില്ല. സോ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഭയങ്കര സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തതാണ് തേക്കടി. ഓസ്മോ പോക്കറ്റ് 3 കൈ കിട്ടിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം നമ്മളിപ്പം തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കോന്നി ടു തേക്കടി ആ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഇന്ന് പോയ സാധനം മേടിച്ചു, തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ക്യാമറ കാണിച്ചു തരാം. ഇതാണ് DJI Osmo Pocket 3. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓപ്പണിങ് കാണിച്ചു തരാം. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഈ സ്ക്രീനൊന്ന് ആക്കിയാൽ മതി, ക്യാമറ തിരിയും. അതുപോലെ തന്നെ ഇത് ഈ ഒരു നോബ് ജസ്റ്റ് 3 ടൈംസ് ക്യാമറ എന്നെ ഫേസ് ചെയ്യും. നൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് വരും. അപ്പോൾ അതുവരേക്കും ബൈ.